കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു കാറ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. പെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇങ്ങനെ വന്നിട്ട് പെയ്യൂല, നമ്മളെ മോഹിപ്പിക്കും. ഒരുപാട് ചൂട് കൊണ്ട് ചൂടായിട്ട് നമുക്ക് ഇവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. രാത്രി ആവുന്നതാണെങ്കിൽ ഭയങ്കര ബേജാറാണ്. പിന്നെ രാത്രി ആവുന്നത് എനിക്കിഷ്ടേ ഇല്ല. രാത്രി ആവുമ്പോൾ റൂമിലേക്ക് പോകാനേ താല്പര്യമില്ല. കാരണം ചൂടിൻ്റെ കടുപ്പം കൊണ്ട് ചൂട് കൂടിയിട്ട് മോൾക്ക് പൊള്ളലൊക്കെ ഏറ്റിക്കണ്. പിന്നെ നമ്മുടെ കൃഷിയില്ലേ, നമ്മുടെ കൃഷിയിൽ നമ്മുടെ കുരുമുളകിൻ്റെ ചട്ടി കുരുമുളകിനൊക്കെ കുറ്റിക്കുരുമുളകിനൊക്കെ നമ്മൾ ഇതുപോലെ നല്ല തണുപ്പ് കിട്ടാനും ഈ ഒരു കടും ചൂടിൽ നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കൃഷിക്കും സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കൃഷികളൊക്കെ ഡയറക്റ്റ് വെയിൽ കൊള്ളുകയാണ്. അപ്പോൾ അതിന് എപ്പോഴും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് എൻ്റെ മുളകിൻ്റെ തൈയാണ്. ഇതിപ്പോൾ ഈ മരത്തിൻ്റെ തണലിലാണ് ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് വെയിലൊന്നും കിട്ടുകയില്ല. എന്നാലും ഞാൻ അതിൻ്റെ മിരട്ടിൽ കണ്ടില്ലേ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേരിയും അതുപോലെ നമ്മുടെ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പോഴും തണുപ്പ് കിട്ടും. പിന്നെ ഇത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു കാര്യമില്ല, പനിക്കൂർക്ക. ഇതിപ്പോൾ 2 ചട്ടിയിലാക്കി നിറച്ച് വെച്ചതാണ്. പിന്നെ ഇതിനും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി വളം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് നാളെയായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ പണി അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തെടുക്കും. ഓരോ ചട്ടീനെ ഇങ്ങനെ റെഡിയാക്കി എടുക്കും. അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. നമ്മൾ ചകിരിയില്ലേ, അതുതന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ്. പിന്നെ ഒരുപാട് നമ്മൾ പറിക്കാറുണ്ട്. ഇപ്പോൾ വിളവെടുത്തിട്ട് വീണ്ടും അതിന് ഇതുപോലെ തളിരില വരുന്നതാണ്. കണ്ടില്ലേ, തളിരില വന്നിട്ട് പിന്നെ അതിൻ്റെ എന്താ പറയുക, തിരി ഇടുമെന്ന് പറയും. ഉമ്മാമൊക്കെ തിരിയിടും, ഉമ്മൊക്കെ പറയുന്നത് തിരിയിടും എന്നൊക്കെ പറയും. നമുക്ക് എന്താ പറയാമെന്നറിയില്ല. ആ സംഭവം നമ്മളെ കുരുമുളക് ഉണ്ടാകുന്ന ആ ഒരു ഇത് വരും. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതുമേലൊക്കെ നിറച്ചിലയായിട്ട് നിറയെ കുരുമുളകൊക്കെ കിട്ടിയതാണ്. അപ്പോൾ കുരുമുളകിന് നമ്മൾ പ്രത്യേകിച്ച് വേണ്ടത് ഇതുപോലെ ചകിരി ഇട്ട് കൊടുത്തിട്ട് അതിന് മിരടെപ്പോഴും കൂളായിട്ടിരിക്കണം. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അപ്പാടം ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കുറ്റിക്കുരുമുളക് വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഏത് സീസണിലും നമുക്ക് ഈ ഒരു കുറ്റിക്കുരുമുളക് പറിച്ചെടുക്കാനായിട്ട് കഴിയും. എന്താ കണ്ടില്ലേ, തിരിയിടുന്നത് കണ്ടില്ലേ. പിന്നെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് ഒരുപാടുണ്ടാകും. ഇനിയും ഇതുമേൽ നിറയെ ഉണ്ടാവും, ബുഷായിട്ട് നിൽക്കും. അതുകൊണ്ട് കുറ്റിക്കുരുമുളക് ഇതുവരെ നടാത്തവരാണെങ്കിൽ ഒന്ന് നട്ട് നോക്ക്. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനൊന്നും കഴിയില്ല. ഇതുമൊന്ന് വേറെ തൈ നമ്മൾ തയ്യാറാക്കി എടുക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. പിന്നെ അതുമേൽ വേര് പിടിച്ച് വരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.